ഫാൻസ് ആണല്ലോ നിനക്ക് ഭയങ്കര കയ്യടിയാണല്ലോ. അത് ഇവിടെ വന്ന് പിന്നെയും പോയിട്ടാ. അതുകൊണ്ടാ അങ്ങനെ പോയപ്പോ അവര് വിചാരിച്ചങ്ങ് പോകും, ഇനി അങ്ങ് വരത്തില്ലെന്ന് ചോദിച്ചു, അങ്ങനെ കൈയടിച്ചത്. മീനൂട്ടിയുടെ അടുത്ത് എനിക്ക് ഭയങ്കര എതിർപ്പുണ്ട്. എന്നാ മീനൂട്ടിക്ക് സെൻസ് ഉണ്ട്, സെൻസിബിലിറ്റി ഉണ്ട്, സെൻസിറ്റിവിറ്റി ഉണ്ട്, സെൻസിറ്റിവിറ്റി ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇല്ലെന്ന് തോന്നിയോ? പറഞ്ഞത് കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ എന്നാര് അല്ലേ? പ്രിയപ്പെട്ടതല്ലേ? അല്ലേ? അതെ ആണോ മക്കളെ? അന്നാ ഇവ എന്നോട് പറഞ്ഞേ കോഴിക്കോടിന് പ്രിയപ്പെട്ടതാണ്. കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരനൊന്നുമല്ല, കോഴിക്കോടിന്റെ ഒരു പാട്ടുകാരൻ. കേരളം, കോഴിക്കോട്. കേരളോ? കേരളം, മക്കളെ ഇന്ത്യ എന്ന് തൊട്ട് പറഞ്ഞു. ലോകത്തിന്റെ ഒന്ന് വെച്ചോ. അല്ല, നീ എവിടുത്തെ പ്രിയപ്പെട്ട പാട്ടുകാരനാ? അതെനിക്കൊന്ന് അറിയണം. കേരളം, കോഴിക്കോട്, മേപ്പയൂര്. അത് തന്നെ ചോദിച്ചേ. ഈ കോഴിക്കോടിന്റെ പ്രിയ പാട്ടുകാരൻ നീ മാത്രമേ ഉള്ളൂ? എത്രയോ പേര് കിടക്കുന്നു. പിന്നെ മീനൂട്ടി എന്തിനു പറഞ്ഞു? ഞാൻ അവനൊരു മോട്ടിവേഷൻ കൊടുത്തതാ. മോട്ടിവേഷൻ ഏത് പാട്ടാ പാടുന്നത്? ഒറ്റക്കമ്പിനാഥം. ഒറ്റയടി പാട്ട് കഴിഞ്ഞു പറഞ്ഞില്ലെങ്കിൽ കേട്ടാ. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ മോന് കുട്ടിയാണ്, കുട്ടി ശബ്ദം അല്ലെ സ്ത്രൈണവ ശബ്ദം എന്ന് പറയാം. അവിടെ മോൻ ദാസേട്ടനെ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അതാ മോനെ കേട്ടാ. എന്തൊരു വലിയ പ്രശ്നമായ പോലെ അല്ലേ? എനിക്ക് അഭിയേട്ടനെയും കട്ട മീശുണ്ട്. മീശയുടെ കാര്യം അവന് അമ്മിനെ കഴിഞ്ഞ മീശയുണ്ട്. അവനിപ്പോഴും അവിടെ അപ്പോഴാ ഫീമെയിൽ വോയിസ്. ഒരു ഞെട്ടല്. കാലിൽ എന്താ ചെരുപ്പ്? നല്ല രസം. അയ്യോ, പൂച്ചെരുപ്പ്. കയ്യിലും ഉണ്ട് ഒരു പൂ. കയ്യില് രണ്ട് കയ്യിലും 2 പൂ. അതെ, സ്കേത്ര എന്ന് വിളിക്കരുത്, പേര് സ്കോത്രയാണ്. സ്കോത്രാണോ? അല്ല, പിന്നെ നോക്കുന്നു. സ്കോത്ര അതല്ലേ പറഞ്ഞ അണ്ണൻ. സ്കോത്ര ചെവി കേക്കില്ലേ? ചെവി വൃത്തിയായിട്ട് കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ മധു എന്തോ കേട്ടത്? ഞാൻ സ്മോത്രാന്നാ കേട്ടെ. മക്കളെ അതിനേക്കാളും നല്ല ചരിത്രങ്ങൾ പറഞ്ഞത് സ്മോത്രേക്കാളും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ക്ഷേത്ര കുഞ്ഞ് സുന്ദരിയ. ക്ഷേത്ര കുഞ്ഞ് ഒരു ചിങ്കിണിമണിയാണ്. ചിങ്കിടിമണി, ഒരാട്ടമണി. ഞാൻ ആടിക്കൊണ്ടേയിരിക്കും. നല്ല ഡ്രസ്സൊക്കെ അണ്ണ എത്ര ആടിയാലും അവള് പാടുണ്ട്, നല്ല മണി പോലെ പാടും. അത് ശരി. അതെ അതെ അതെ. അവൻ എവിടാ നമ്മുടെ ബെൻസുവാസു കൊടുത്ത ഉടുപ്പായത്. ക്ഷേത്രക്കുട്ടി, അപ്പം ഏത് പാട്ടാ പാടുന്ന ആരും ചോദിച്ചില്ല ഇത്രയും നേരമായിട്ട്. പൂവുകൾക്ക് പുണ്യകാലം. ഓ, പാട്ടാണ്. മെയ് മാസ രാവുകൾക്ക് വേളിക്കാലം. മീനാക്ഷി സോങ്. വേളിക്കാലം. ഓർത്തോ അതെ, വേളിക്കാലം. പറമ്പ് അത് വെളിക്കാലമാണ്. വേളിക്കാലം.